അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നല്ല കൊണ്ടുവന്നിട്ടുള്ളത്. പകരം ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എൻ്റെ കയ്യിൽ മൈലാഞ്ചി കണ്ടിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സജിത റാഹിം എൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആങ്ങളയുടെ കല്യാണമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇട്ടത്. ഇതെനിക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും ടൂൾസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ചിരിക്കും. അത്ര കോമഡിയാണ് കാണാനായിട്ട്. കാരണം ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. കാരണം വേറൊരു പാത്രത്തിൽ നീറ്റായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം പിന്നീട് എനിക്ക് ആ പാത്രം വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളാരും കളിയാക്കി ചിരിക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിതിവിടെ ചായപ്പൊടി വെച്ചാണ് ചെയ്യുന്നത്. കാപ്പിപ്പൊടി വെച്ച് ചെയ്താലും സെയിം എഫക്റ്റാണ് കിട്ടുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 6 ടീസ്പൂൺ ഞാൻ ചായപ്പൊടി എടുത്തിട്ടുണ്ട്. എൻ്റെ പാത്രം കുറച്ച് വലുതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. ചെറിയ പെയിൻറ്റിൻ്റെ ടിന്നോ അല്ലെ ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ ഇത്രയും വേണ്ടി വരില്ല. കാരണം ഞാൻ ഇച്ചിരിയും കൂടെ വലിയൊരു പാത്രമാണ് എടുക്കുന്നത്. എൻ്റെ അടുത്ത് അത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിനൊന്നും ഒരു കറക്റ്റ് അളവില്ല കേട്ടോ. നമ്മുടെ പാത്രത്തിൽ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്ന പാത്രം. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? നല്ല വൃത്തിയൊക്കെ ഇല്ലേ? അപ്പോൾ ഇത് ഞാൻ കുറേ തവണ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഫുള്ള് കരിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അടിയിൽ ചളുങ്ങിയിട്ടൊക്കെ ഉള്ളൊരു പാത്രമാണ്. വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ പാത്രം കുറച്ച് വട്ടം കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. വട്ടം കുറവുള്ള പാത്രം എടുക്കുകയാണ് നല്ലത്. അപ്പോൾ അതിനകത്ത് നമുക്ക് നടുക്ക് ഗ്ലാസ് വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ വട്ടം കൂടുതലുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയൊരു ബൗളാണ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. നടുക്കൊരു ഹോൾ ഉണ്ടാക്കി വെക്കുക. അവിടെ ഇടരുത്, നമുക്ക് ബൗൾ വെക്കാനുള്ളതാണ്. ഇപ്പോൾ പഞ്ചസാര നല്ലപോലെ മേളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ കൂടെ ചായപ്പൊടി മേളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ പാത്രം എടുക്കാൻ നോക്കുക. അപ്പോൾ ഒത്തിരി വേസ്റ്റ് ആവില്ല ചായപ്പൊടി. കണ്ടോ, ഇതാണ് എൻ്റെ ബൗള്. നല്ല ഭംഗിയുള്ള ബൗളാണ്. കണ്ടോ, ഒരുപാട് തവണ ചെയ്തിട്ട് അതിൻ്റെ കളറൊക്കെ ഫുൾ പോയിട്ടുണ്ട്. അത് നടുക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേളിലായിട്ട് ഈ പാത്രം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ആവിയൊന്നും പുറത്ത് പോകാത്തൊരു സൈസ് ബൗൾ ഇതിൻ്റെ മേളിൽ വെക്കുന്നുണ്ട്. അതിൽ പകുതിയോളം വെള്ളം വെച്ചിട്ട് വേണം വെക്കാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് വേണ്ടത്. ഞാൻ കയ്യിൽ പിടിച്ച് കാണിക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് ഷേക്ക് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. കണ്ടോ, ഇതുപോലെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ആവി പുറത്തു പോകാൻ പാടില്ല. ആവി പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കിട്ടില്ല. കണ്ടോ, ഇതിപ്പോൾ ആവി പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്കൊരു തുണി വെച്ച് ആ ഭാഗം ഒന്ന് കെട്ടി വെക്കാം. തുണി എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയൊരു കീറ തുണി എടുത്താൽ മതി. കാരണം ആ തുണി പിന്നെ എന്തിനും എടുക്കാൻ പറ്റില്ല, ഫുള്ള് കറ പിടിച്ചിരിക്കും. അപ്പം ഞാനിതിവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. നല്ല കരിഞ്ഞ മണമൊക്കെ വന്നാലും ഓഫ് ചെയ്യരുത്. അരമണിക്കൂറിൻ്റെ അടുത്ത് തന്നെ എടുക്കുക. ഒരു 20-25 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോഴാണ് കറക്റ്റായിട്ട് ആയിട്ടുണ്ടാവുക. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് വെക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കാരണം അതിൻ്റെ അടിയിൽ ആവിയൊക്കെ ഉണ്ടാവും. അത് നന്നായിട്ട് ആ ഗ്ലാസ്സിനകത്തോട്ട് വീഴണം, നമ്മുടെ ബൗളിനകത്തോട്ട്. കണ്ടോ, നമുക്ക് നല്ല റെഡ് കളറിൽ ആ നീരാവിയൊക്കെ ഇതായിട്ടുള്ള വെള്ളം കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ നീരാവിയാണ് ഈ വെള്ളമായിട്ട് നമ്മുടെ ബൗളിനകത്തോട്ട് വീഴുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പുറത്തോട്ട് ആവി പോകരുതെന്ന് പറയുന്നത്. കണ്ടോ, നല്ല കളറുള്ളതല്ലേ? ഇത് ചില സമയത്ത് യെല്ലോ കളറുള്ളതും കിട്ടും. അപ്പോൾ എപ്പോഴും ഇതുപോലെ ഡാർക്ക് കളർ കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ 2, 3, 4 തവണ ഇട്ടാലേ നല്ല കളർ കിട്ടുള്ളൂ. ഇതിപ്പോൾ നല്ല ഡാർക്ക് കളറുള്ളത് കൊണ്ട് തന്നെ ഒരു തവണ ഇടുമ്പോൾ തന്നെ നല്ല കളറിൽ മൈലാഞ്ചി കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുക. അതിനൊരു കണക്കൊന്നുമില്ല. ഇച്ചിരി ചേർത്തിട്ട് ഒന്ന് ടൈറ്റൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഈർക്കിൽ വെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക.
ഇനി നമുക്ക് കയ്യിലോട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ഇച്ചിരി. ഞാനത് ഒരു തവണ ഇട്ടിട്ടാണ് അത്രയും കളർ വന്നത്. ഇപ്പം നിങ്ങൾക്ക് നല്ല ബ്ലാക്ക് കളറിലാണ് വേണ്ടതെങ്കിൽ ഒരു 2 തവണയോ 3 തവണയോ ഒന്ന് ഇട്ടാൽ മതി. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്തതിന് ശേഷം പുറത്ത് തന്നെ വെച്ചാൽ മതി. പിന്നെ നമുക്ക് വെള്ളം കുറേ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ബോക്സിനകത്തോ അല്ലെങ്കിൽ ഒരു കുപ്പിക്കകത്തോ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് 1 മാസം വരെ വെക്കാം. ഇപ്പം ഞാനിത് വിരലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു 4 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. പക്ഷെ ഞാൻ സാധാരണ രാത്രിയിൽ ഇട്ടിട്ട് രാവിലെയാണ് കഴുകാറുള്ളത്. അതാണ് കുറച്ചുകൂടെ എളുപ്പം. എനിക്ക് മോനുള്ളതുകൊണ്ട് പകലിടാൻ പറ്റില്ല. കണ്ടോ, നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. ഇത് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ആ കളറല്ല, കുറച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഉണ്ടാവുക. നന്നായിട്ട് കളർ ചേഞ്ച് ആവും. അല്ലെങ്കിൽ പിറ്റേന്നാകുമ്പോഴേക്കും ഈ നല്ല റെഡാണ് ഇപ്പോൾ ഉള്ളത്. ആ റെഡ് മാറിയിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറിലോട്ട് പോവും. ഈ കളർ കണ്ടോ, അതുപോലെ. അപ്പോൾ അതിനേക്കാളും കളർ വേണമെങ്കിൽ ജസ്റ്റ് ഒരു തവണ കൂടി ഇട്ടാൽ മതി. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച വെള്ളം നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ട് വൈകുന്നേരമോ രാവിലെയോ പിന്നെ ഒന്നും കൂടി ഇട്ടാൽ മതി. അപ്പോൾ 2 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൈലാഞ്ചിയാണ്. കുറേ കാലം ഇത് കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നോട് ചോദിച്ചവരൊക്കെ എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയുക. അഥവാ ട്രൈ ചെയ്തിട്ട് ഫസ്റ്റ് ടൈം തന്നെ ഇത്രയും വെള്ളമൊന്നും കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കും, വിഷമിക്കുകയൊന്നും വേണ്ട. കാരണം ഞാനൊക്കെ 2-3 തവണ ചെയ്തിട്ടാണ് പണ്ട് അത് സക്സസ് ആയി കിട്ടിയത്. അപ്പോൾ 1-2 തവണ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യുക. ഇനി ചെയ്യണതിന് മുമ്പ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ റിപ്ലൈ തരാം. അതിന് ശേഷം ട്രൈ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ള ഒരു റെഡ് ബട്ടൺ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ പടം വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.